ഹായ്, ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കിട്ടും എന്ന് പ്രൂവ് ചെയ്തു. ആ റിസൾട്ടുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ആദ്യം നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ഓക്കെ, നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമുലാസ്. റെഡിയല്ലേ? തുടങ്ങാം. ഫസ്റ്റ് വൺ, d/dx ഓഫ് x റൈസ് ടു n എന്ന് പറഞ്ഞാൽ x റൈസ് ടു n ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. ഓക്കെ, x റൈസ് ടു n ന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ തന്നെ പഠിക്കൂ. n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. d/dx ഓഫ് x റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഫോർമുല n ഇൻറ്റു പവർ ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. ഒന്ന് കുറയ്ക്കണം. അപ്പൊ x റൈസ് ടു 5 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 5 ഇൻറ്റു x റൈസ് ടു പവർ ഒന്ന് കുറയ്ക്കണം 4. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 ഇൻറ്റു x സ്ക്വയർ എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കണം. സോ ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാവുന്ന ഒന്ന് രണ്ട് ഫോർമുലാസ്. d/dx ഓഫ് x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഈ റിസൾട്ടിൽ n ന് 1 കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും? 1. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പോകുന്നില്ല, പഠിക്കുക. d/dx ഓഫ് x ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ്, d/dx ഓഫ് റൂട്ട് x. ഈ ഫോർമുലയിൽ n ന് 1/2 കൊടുത്താൽ കിട്ടുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ് റൂട്ട് x ന്റെ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് x അറിയണം. അനദർ ഫോർമുല, d/dx ഓഫ് 1/x. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൂവ് ചെയ്തു. എന്തായിരുന്നു? -1/x². അല്ലെങ്കിലും ഇതെല്ലാം നമുക്ക് n ന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 റിസൾട്ട് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. ദെൻ ഡെറിവേറ്റീവ് ഓഫ് x എന്താണ്? 1. d/dx ഓഫ് റൂട്ട് x. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് x 1/2 റൂട്ട് x. ഡെറിവേറ്റീവ് ഓഫ് 1/x -1/x². ചെറിയ സ്പെഷ്യൽ കേസ് കൂടെ. d/dx ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഓൺലി. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? 0. വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് k വിത്ത് റെസ്പെക്ട് എന്താണ്? x ആണ് അല്ലേ? അവിടെ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് മാത്രം ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? 0. നെക്സ്റ്റ്, ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ x നമ്മൾ പ്രൂവ് ചെയ്തതാണ്. എന്താണ്? cos x. സോ d/dx ഓഫ് സൈൻ x cos x. എങ്കിൽ വാട്ട് ഈസ് d/dx ഓഫ് cos x? ഡെറിവേറ്റീവ് ഓഫ് cos x ഈക്വൽ ടു എന്താണ്? -sin x. ദെൻ ഡെറിവേറ്റീവ് ഓഫ്, വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്താണ്, tan x ഈക്വൽ ടു sec²x. പഠിക്കുക. ദെൻ ഒമ്പതാമത്തെ ഫോർമുല, d/dx ഓഫ് cot x ഈക്വൽ ടു -cosec²x. cot x ന്റെ ഡെറിവേറ്റീവ് -cosec²x. ദെൻ 10th one, d/dx ഓഫ് sec x ഈക്വൽ ടു sec x ഇൻറ്റു tan x. sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec x ഇൻറ്റു tan x. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും വാട്ട് ഈസ് d/dx ഓഫ് cosec x? ദാറ്റ് ഈസ് ഈക്വൽ ടു -cosec x ഇൻറ്റു cot x. -cosec x ഇൻറ്റു cot x. ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ 3 ഫോർമുലയിൽ മൈനസ് വരുന്നു. കോസ് വരുമ്പോൾ -sin x, കോട്ട് വരുമ്പോൾ -cosec²x, കൊസീക്ക് വരുമ്പോൾ -cosec x cot x. ഓർമ്മിക്കാൻ എളുപ്പമാണ്. സിയിൽ തുടങ്ങുന്ന ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ആൻസർ എന്തായിരിക്കും? മൈനസ്. കോസ് വന്നാൽ മൈനസ്, കോട്ട് വന്നാൽ മൈനസ്, കൊസീക്ക് വന്നാൽ മൈനസ്. ശരിയല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോർമുലകൾ നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. 11 ഫോർമുലയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നിർബന്ധമായും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പക്ഷേ ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കിത് പാട്ടും പാടി പഠിക്കാം. റെഡിയല്ലേ? തുടങ്ങാം. ഓക്കെ, നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഡെറിവേറ്റീവ് sin x cos x. ഡെറിവേറ്റീവ് cos x -sin x. ഡെറിവേറ്റീവ് tan x c²x. ഡെറിവേറ്റീവ് cot x -cosec²x. ഡെറിവേറ്റീവ് sec x tan x. എന്താണ്? ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് ഇത് പാടി പഠിക്കാം. നോ പ്രോബ്ലം. ഞാൻ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. ട്രൈ ഇറ്റ്. നെക്സ്റ്റ്, ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ്. ലെറ്റ് f of x and g of x are two functions. Then d by dx of f of x plus gx is equal to
d by dx of f of x plus d by dx of g of x. സം ഓഫ് ടു ഫംഗ്ഷൻ വന്നാൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതാം. സെയിം റിസൾട്ട് ഫോർ ഡിഫറൻസ് ആൾസോ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് വന്നാൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓരോ ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ. ശരിയല്ലേ? നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് k into f of x where k is a constant. നേരത്തെ പഠിപ്പിച്ചു d by dx of constant only. കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ആൻസർ 0. ഇവിടെ d by dx of a constant into f of x, കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവിന്റെ ഔട്ട്സൈഡ് എടുക്കാം. കോൺസ്റ്റന്റ് പുറത്തെടുത്തു, പിന്നെ d by dx ഓഫ് ആ ഫംഗ്ഷൻ മാത്രം ചെയ്താൽ മതി f of x. അപ്പോൾ d by dx of k into f of x ഈക്വൽ ടു k into d by dx of f of x. ഓർക്കുക. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു റിസൾട്ട്സ്, പ്രോഡക്റ്റ് റൂൾ ആൻഡ് ക്വോഷ്യന്റ് റൂൾ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഡക്റ്റ് റൂൾ. d by dx of പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യാം? സോ d by dx of f of x into g of x എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കഴിഞ്ഞില്ലേ? എന്താണ്? ആദ്യം ഇരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമതിരിക്കുന്നവൻ അതുപോലെ ആദ്യം ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ്. പാട്ടും പാടി പഠിക്കാം. ഓക്കെ, ശരി. ലാസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ക്വോഷ്യന്റ് റൂൾ. ഇതും വളരെ ഈസി ആയിട്ട് പഠിക്കാം. എഫും ജിയും ഒക്കെ വെച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്നത് അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ക്വോഷ്യന്റ് റൂളിൽ മൈനസ് മുകളിൽ ഇരിക്കുന്നത് അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് താഴെ ഇരിക്കുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. എങ്ങനെ വേണോ പഠിക്കാം, മനസ്സിലാക്കി പഠിക്കും, അത്രയേ ഉള്ളൂ. എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും എളുപ്പമാണ്, മനസ്സിലാക്കുക. ഡിനോമിനേറ്റർ അതുപോലെ ദെൻ മേളിലിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് മൈനസ് മേളിലിരിക്കുന്ന അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ റിസൾട്ടുകൾ. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ചില സിമ്പിൾ പ്രോബ്ലംസ്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 5x³ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണണം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് d by dx ഓഫ് 5x³. 5 ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഫോർമുല. 5 കോൺസ്റ്റന്റ് പുറത്തെടുക്കണം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. അതിവിടെ എന്താണ്? x³. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് x³? x റൈസ് ടു n, n ഇൻറ്റു 3 ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. ഒന്ന് കുറയ്ക്കണം, പവർ 2. ഫോർമുല മനസ്സിലുണ്ടായിരിക്കണം. x റൈസ് ടു n ഡെറിവേറ്റീവ് n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. ആൻസർ ആയില്ലേ? 15x². വെരി സിമ്പിൾ. Similarly, find derivative of d by dx of x raised to minus 4 plus 5. എന്ത് വരും? ഈ ഫംഗ്ഷൻ പ്ലസ് ഈ ഫംഗ്ഷൻ അല്ലേ, സം ആണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് d by dx of x raised to minus 4. വീണ്ടും ഫോർമുല x raised to n, n ഇൻറ്റു മൈനസ് 4 ഇൻറ്റു x raised to n മൈനസ് 1. മൈനസ് 4 മൈനസ് 1 എന്ത് കിട്ടും? -5. തെറ്റിക്കരുത്. -4 -1 ദാറ്റ് ഈസ് -5. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആയി. ദെൻ പ്ലസ് അടുത്ത 5ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് മാത്രം, ദെൻ ഡെറിവേറ്റീവ് 0. പറഞ്ഞ പിടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ദിസ് വൺ പ്ലസ് നെക്സ്റ്റ് d by dx ഓഫ് 5 അല്ലെ. സം ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, കൺഫ്യൂഷൻ ആവരുത്. ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 5 ദാറ്റ് ഈസ് 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു x റൈസ് ടു -5നെ വേണമെങ്കിൽ ഡിനോമിനേറ്ററിൽ x റൈസ് ടു 5 എന്ന് എഴുതാം, നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് മീൻസ് d by dx ഓഫ് 5 sin x minus 3 cos x. എന്ത് വരും? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ 5 sin x. 5 കോൺസ്റ്റന്റ് മാറ്റിവെച്ചു. ദെൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് sin x? നിങ്ങൾക്കറിയാം, cos x മൈനസ് എഴുതി. അടുത്ത് വി ഹാവ് ടു ഫൈൻഡ്
ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ 3 cos x 3 മാറ്റി വെച്ചു cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് sin x ശരിയല്ലേ വളരെ ഈസി ആയിട്ട് ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x² ഇൻറ്റു 3 + 4x ഇത് രണ്ട് രീതിയിൽ ചെയ്യാം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തും ചെയ്യാം അല്ലാതെയും ചെയ്യാം വി ഹാവ് ടു ഫൈൻഡ് d/dx ഓഫ് ദിസ് ഫംഗ്ഷൻ which is equal to d/dx of ഇതകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3x² plus 4x ഉം x² മൾട്ടിപ്ലൈ ചെയ്താൽ 4x³. So we have to find derivative of this function which is equal to നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക 3x² ന്റെ ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് അല്ലേ പ്ലസ് ആണെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ത് വരും 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു ഡെറിവേറ്റീവ് ഓഫ് x³ ദാറ്റ് ഈസ് 3 into x² which is equal to multiply ചെയ്യുമ്പോൾ 6x plus 4 into 3 12x². വെരി സിമ്പിൾ ശരിയല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് d/dx of x raised to 5 into 3 minus 6x raised to minus 9. again simplify ചെയ്യുക d/dx x raised to 5 ഉം 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3x raised to 5 മൈനസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം മൈനസ് 6 എഴുതി x raised to 5 into x raised to minus 9 നിങ്ങൾക്കറിയാം x raised to m into x raised to n x raised to m plus n അപ്പോൾ ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ x raised to 5 minus 9 എന്ത് കിട്ടും -4 which is equal to we have to find derivative of this function സെന്ററിൽ മൈനസ് സോ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് ഈ ടേമിന്റെ 3x raised to 5 ന്റെ ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ് പുറത്തെടുത്തു ഇൻറ്റു x raised to 5 ന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു പവർ ഇൻറ്റു 5 ഇൻറ്റു ഒന്ന് കുറയ്ക്കണം x raised to 4 മൈനസ് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ 6 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് x raised to n അഗൈൻ n ഇൻറ്റു മൈനസ് 4 ഇൻറ്റു x raised to n minus 1 x raised to minus 4 minus 1 that is -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ കിട്ടും റൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x into sin x x into sin x product of two functions so we have to use product rule എന്താണ് കാണേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് x into sin x equal to എന്താണ് product rule ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ sin x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ദാറ്റ് ഈസ് sin x അതുപോലെ ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് x വളരെ സിമ്പിൾ അല്ലേ ആദ്യം ഇരിക്കുന്നത് അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് രണ്ടാമതിരിക്കുന്നത് അതുപോലെ ദെൻ ആദ്യം ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ഇനി നിങ്ങൾക്കറിയാം x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x cos x plus sin x into this one into what is derivative of x 1 so which is the answer വളരെ സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ d/dx of x² plus 1 into cos x again which is first function is the second function product of two function again we have to use product rule പറഞ്ഞോളൂ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ into d/dx of second function d/dx of second function plus second function അതുപോലെ cos x അതുപോലെ then derivative of first function d/dx of x² plus 1 കഴിഞ്ഞു ഇനി സിമ്പിൾ ഡിഫറൻസിയേഷൻ ഈക്വൽ ടു x² plus 1 അതുപോലെ എഴുതി into derivative of cos x that is minus sin x ആ മൈനസ് ഞാൻ ആദ്യം ഇട്ടു അത്രേ ഉള്ളൂ then plus cos x into ഇത് അതുപോലെ എഴുതി what is derivative of x² plus 1 ഇതിനെ ആദ്യം ഡെറിവേറ്റീവ് കാണുക x² ന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x x raised to n n into അറിയണം x² എന്താണ് 2x plus 1 കോൺസ്റ്റന്റ് മാത്രം ഡെറിവേറ്റീവ് 0 അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഡെറിവേറ്റീവ് 2x plus 0 that is 2x which is the answer ഇതിൽ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ another higher secondary question find derivative of sin square x sin square x നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല അറിയാമോ അറിയത്തില്ല പക്ഷേ നമുക്ക് ഇവനെ ഇങ്ങനെ എഴുതിക്കൂടെ d/dx ഓഫ് sin square x-നെ sin x into sin x എന്ന് എഴുതാം ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇതെന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ അഗൈൻ വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ സോ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയും ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ
then derivative of second function d by dx of second function എന്ത് തന്നെയാണ് sin x plus second function അതുപോലെ sin x into d by dx of first function അതും എന്ത് തന്നെയാണ് sin x. ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട, ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. sin x അതുപോലെ then d by dx of sin x, sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ് cos x plus വീണ്ടും ഈ sin x അതുപോലെ what is derivative of sin x again cos x. നോക്കുക, ഇത് sin x cos x, ഇതും sin x cos x, രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും 2 sin x cos x. എന്താണ് sin x cos x ഉം sin x cos x ആഡ് ചെയ്താൽ 2 times sin x cos x which is equal to ട്രിഗണോമെട്രി പഠിച്ച നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം 2 sin x cos x can be written as sin 2x. ഏതോ ഒരു പ്രാവശ്യം ചോദിച്ചു ഷോ ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് sin square x is sin 2x. അങ്ങനെ എഴുതണമെങ്കിൽ ഈ ട്രിഗണോമെട്രി ഫോർമുല അറിഞ്ഞിരിക്കണം. നോക്കുക, സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് cos x by 1 plus sin x അല്ലെങ്കിൽ ഫൈൻഡ് d by dx of cos x by 1 plus sin x അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. നോക്കുക, ന്യൂമറേറ്ററിൽ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന ഫോമിൽ ഇരിക്കുന്നു. സോ വി ഹാവ് ടു അപ്ലൈ ക്വോഷ്യന്റ് റൂൾ. എന്താണ് ക്വോഷ്യന്റ് റൂൾ? നിങ്ങൾക്കറിയാം, അറിയണം. ഡിനോമിനേറ്റർ ഇൻറ്റു താഴെ ഇരിക്കുന്നത് അതുപോലെ into d by dx of numerator, derivative of numerator that is cos x minus, മറക്കരുത് quotient റൂളിൽ മൈനസ്, മുകളിൽ ഇരിക്കുന്നത് അതുപോലെ into d by dx of denominator താഴെ ഇരിക്കുന്നത് that is 1 plus sin x whole divided by square of the denominator that is 1 plus sin x the whole square. സിമ്പിൾ അല്ലേ? ഇനി സിമ്പിൾ ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് അതുപോലെ then what is derivative of cos x minus sin x minus sin x minus cos x അതുപോലെ എഴുതി. then what is derivative of 1 plus sin x, 1 ന്റെ ഡെറിവേറ്റീവ് 0 plus 1 കോൺസ്റ്റന്റ് മാത്രം, അപ്പോൾ ഡെറിവേറ്റീവ് 0 plus sin x, sin x ന്റെ ഡെറിവേറ്റീവ് cos x. ശരിയല്ലേ? കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അത് മറന്നു പോകരുത്, 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു, ചെറിയ ഒരു സിംപ്ലിഫിക്കേഷൻ, ഡിഫറൻസിയേഷൻ കഴിഞ്ഞു, സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് സൈൻ എക്സും 1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സും സൈൻ എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ശരിയല്ലേ? നെക്സ്റ്റ് ഇവിടെ 0 പ്ലസ് കോസ് എക്സ്, കോസ് എക്സ്, കോസ് എക്സും മൈനസ് കോസ് എക്സും മൈനസ് കോസ് സ്ക്വയർ എക്സ്, കോസും കോസും കോസ് സ്ക്വയർ, പിന്നെ ആ മൈനസ് ഇട്ടു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ കഴിഞ്ഞു വിച്ച് ഈസ് ഈക്വൽ ടു, മൊത്തത്തിൽ ഒരു മൈനസ് ഞാൻ പുറത്തെടുക്കുന്നു, മൈനസ് വേണ്ട, മൊത്തത്തിൽ വേണ്ട, ആദ്യത്തെ മൈനസ് സൈൻ എക്സ് എഴുതി. ദെൻ ഈ മൈനസ് സൈൻ എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. അത് രണ്ടിൽ നിന്നും മൈനസ് പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? മൈനസ് ഈ രണ്ട് ടേമിൽ ഔട്ട്സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് 1. സ്റ്റെപ്പ് കൂടിയിട്ടായിരുന്നു ഈ മൈനസ് സൈൻ എക്സ് അതുപോലെ ഈ ടേമിൽ നിന്ന് ഈ ടേമിൽ മൈനസ് പുറത്തെടുത്തു, അപ്പൊ എന്ത് കിട്ടി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് 1 ബൈ ഡിനോമിനേറ്റർ അതുപോലെ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, മേളിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്തേരെ വീണ്ടും, അപ്പോൾ സൈൻ എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി കൂടെ? എഴുതാം. ബൈ ഡിനോമിനേറ്റർ അതുപോലെ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഒരു 1 പ്ലസ് സൈൻ എക്സും താഴത്തെ ഒരു 1 പ്ലസ് സൈൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി, എന്ത് കിട്ടി? മൈനസ് 1 മേളില് ബൈ താഴെ ഒരു 1 പ്ലസ് സൈൻ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഒരു 1 പ്ലസ് സൈൻ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് മൈനസ് 1 ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഇവിടെ സിംപ്ലിഫിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്, എഴുതി തന്നെ പഠിക്കുക. അനദർ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. അഗെയിൻ ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്. വി ഹാവ് ടു അപ്ലൈ ക്വോഷ്യന്റ് റൂൾ. പറഞ്ഞോളൂ. ഡിനോമിനേറ്റർ അതുപോലെ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മുകളിലിരിക്കുന്നത് എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ്, താഴെ ഇരിക്കുന്നത് അതുപോലെ മേളത്തിന്റെ ഡെറിവേറ്റീവ് മൈനസ്, ദെൻ എന്താണ് മേളിലിരിക്കുന്നത് അതുപോലെ എഴുതണം എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. സൈൻ എക്സിന്റെ സ്ക്വയർ ആണെന്ത്?
സൈൻ സ്ക്വയർ എക്സ്. ശരിയല്ലേ? ഇനി ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക, ആൻസറായി. സൈൻ എക്സ് ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് റൈസ് ടു 5, എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു 5 ഇൻറ്റു എക്സ് റൈസ് ടു പവർ ഒന്ന് കുറയ്ക്കുക. കഴിഞ്ഞു. മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. മൈനസ് മൈനസ് എന്ത് കിട്ടും? പ്ലസ് സൈൻ എക്സ്. ശരിയല്ലേ? മൈനസ് അടുത്ത ഈ ടേം അതുപോലെ എഴുതുക. എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? ദാറ്റ് ഈസ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യാം. ഇതാത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5 എക്സ് റൈസ് ടു 4 സൈൻ എക്സ്. ദെൻ സൈൻ എക്സും പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ദെൻ ഇവിടെ എന്ത് കിട്ടും? ഇതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് എക്സ് റൈസ് ടു 5 ഇൻറ്റു കോസ് എക്സ്. അടുത്തെന്താണ്? മൈനസ് കോസ് എക്സും മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഈ മൈനസും കൂടെ ആകുമ്പം പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? സൈൻ സ്ക്വയർ എക്സ്. വേണമെങ്കിൽ ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. വേണമെങ്കിലല്ല, ആ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സ്. ഈ ക്വസ്റ്റ്യൻ റൂളിലുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അഗൈൻ വി ഹാവ് ടു അപ്ലൈ ക്വസ്റ്റ്യൻ റൂൾ. ഡിനോമിനേറ്റർ ടാൻ എക്സ് ഇൻറ്റു ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ എന്താണ്? എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ ദാറ്റ് ഈസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ടാൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ ടാൻ എക്സിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ടാൻ സ്ക്വയർ എക്സ്. ഞാൻ ജസ്റ്റ് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തു, അത്രമാത്രം. നെക്സ്റ്റ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം ബ്രാക്കറ്റ് കൊടുക്കുക. ആദ്യം എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ ദിസ് വൺ മൈനസ് സൈൻ എക്സ് മൈനസ് ഈ ടേം അതുപോലെ ബ്രാക്കറ്റിനകത്ത് എഴുതുക. എക്സ് പ്ലസ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് അറിയണം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ്. വേറെ ഒന്നും ചെയ്യേണ്ട, സിംപ്ലിഫിക്കേഷൻ വലുതായിട്ട് നടക്കത്തില്ല. വിച്ച് ഈസ് ദ ആൻസർ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് കാണണം അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫംഗ്ഷന് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുന്നു. വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 അപ്ലൈ ചെയ്തു. മൈനസ് 2 കോൺസ്റ്റന്റ് മാത്രം ഡെറിവേറ്റീവ് 0 മൈനസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ വിച്ച് ഈസ് എഫ് ഡാഷ് എക്സ്. വി ഹാവ് ടു ഫൈൻഡ് എഫ് ഡാഷ് 1. എക്സിന് 1 കൊടുക്കുക. അതായത് എഫ് ഡാഷ് 1 കണ്ടാൽ മതി. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 1 2. കൂടുതൽ പ്രശ്നമൊന്നുമില്ല. എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കുക, അതിന്റെ ഡെറിവേറ്റീവ് കാണുക. ആ കിട്ടുന്നതിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് 1 കിട്ടും. Similarly, f of x equal to 1 plus x square plus etc plus x raised to 50. Find f dash 1. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ആൻസർ? പറഞ്ഞോളൂ. f of x ആണ് തന്നിട്ടുള്ളത്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ. f dash x കാണുക. 1ന്റെ ഡെറിവേറ്റീവ് 0, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അടുത്തെന്ത് വരും? എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3x സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടേം എക്സ് റൈസ് ടു 50. അതിന്റെ ഡെറിവേറ്റീവ് 50 ഇൻറ്റു എൻ ഇൻറ്റു എക്സ് റൈസ് ടു 1 കുറയ്ക്കുക 49. കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഡാഷ് 1 ഈക്വൽ ടു എക്സിന് ത്രൂ ഔട്ടായിട്ട് 1 കൊടുക്കുക. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 റൈസ് ടു 49 1 തന്നെ. 1 ഇൻറ്റു 50 50 വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. നിങ്ങൾക്കറിയാം n നാച്ചുറൽ നമ്പേഴ്സ് കാണുന്ന ഫോർമുല സം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. സോ സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പർ 50 ഇൻറ്റു n പ്ലസ് 1 തൊട്ടടുത്ത ടേം 51/2 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. എന്താണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണുന്ന ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഹിയർ 50 ഇൻറ്റു 51/2 വിച്ച് ഈസ് ദ ആൻസർ. ഓക്കെ,
സോ ഇത്രയുമാണ് നമുക്ക് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത് ഡിഫറൻസിയേഷനുമായി ചില പ്രോബ്ലംസ് ആണ്. എക്സാമിനേഷന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, അതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കൂ. ആദ്യം ഡിസ്കസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡിഫറൻസിയേഷന്റെ ഫോർമുലാസ് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇയർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചാൽ രണ്ടുണ്ട് നേട്ടം. ഒന്ന് +1 മാർക്ക് വാങ്ങിക്കാം, 2 +2 മാർക്ക് വാങ്ങിക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.